നമ്മെ സംബന്ധിച്ചിടത്തോളം പാപങ്ങളെ പൊറുപ്പിക്കാൻ കിട്ടുന്ന ഏതൊരു അവസരവും കൃത്യമായി ഉപയോഗപ്പെടുത്തുക എന്നതാണ്. അല്ലാഹുവിന്റെ അടുക്കൽ സ്ഥാനമാനങ്ങളെ, ജനങ്ങളുടെ അടുക്കലല്ല, അല്ലാഹുവിന്റെ അടുക്കൽ സ്ഥാനമാനങ്ങളെ വർദ്ധിപ്പിക്കുവാനും ഉയർത്തുവാനും കിട്ടുന്ന ഏതൊരു കാര്യവും ഏതൊരു അമലും തന്റെ ജീവിതത്തിലേക്ക് മനോഹരമായി ചേർത്തെടുക്കുക എന്നതാണ് നമുക്ക് ചെയ്യാൻ കഴിയുന്ന ഏറ്റവും നല്ല കാര്യം. ഹബീബായ സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സ്വഹാബത്തിന് പഠിപ്പിച്ചു കൊടുത്തുകൊണ്ട് ഒന്നാമതായി പറഞ്ഞു, ഇസ്ബാഹുൽ വുദൂഇ അലൽ മകാരി. ഏതൊരു പ്രയാസമായ ഘട്ടം വന്നാലും വുദൂ എടുക്കുമ്പോൾ കൃത്യമായി അതിനെ പൂർത്തീകരിക്കണം എന്ന് സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നിരന്തരമായി വഖ്തുകൾക്ക് വേണ്ടിയിട്ട്, സുന്നത്ത് നമസ്കാരങ്ങൾക്ക് വേണ്ടിയിട്ട്, പരിശുദ്ധമായ ഖുർആനിന്റെ മനോഹരമായ പാരായണങ്ങൾക്ക് വേണ്ടിയിട്ട്, മറ്റുള്ള മജ്ലിസുകൾക്ക് വേണ്ടിയിട്ട്, പ്രാർത്ഥനകൾക്ക് വേണ്ടി നാം സ്വയം ശുദ്ധീകരിക്കപ്പെടുമ്പോ, വുദൂ എടുക്കുമ്പോ, ഇസ്ബാഹുൽ വുദൂഇ അലൽ മകാരി, പ്രകൃതിപരമായുള്ള പ്രയാസങ്ങൾ വരുമ്പോഴും ശാരീരികമായ ചെറിയ ചെറിയ അസ്വാസ്ഥതകൾ കടന്നു വരുമ്പോഴും ഇസ്ബാഹുൽ വുദൂഇ, വുദൂഇന്റെ തുടക്കം മുതൽ അവസാനം വരെ വൃത്തിയായി പൂർത്തീകരിച്ച് സുന്നത്തുകളെല്ലാം എടുത്ത് മനോഹരമായ പ്രാർത്ഥനകളെല്ലാം ചേർത്ത് മനോഹരമായി പൂർത്തിയാക്കിയാൽ അതുമൂലം നിങ്ങൾക്ക് മഗ്ഫിറത്ത് ലഭ്യമാകുന്നുണ്ടെന്ന് അഷ്റഫുൽ ഖൽഖ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അതുപോലെ നിങ്ങളുടെ പാപങ്ങൾ പൊറുക്കപ്പെടുകയും അല്ലാഹുവിന്റെ അടുക്കൽ നിങ്ങളുടെ ദറജകൾ ഉയർത്തപ്പെടുകയും ചെയ്യുന്നു എന്നാണ്. അല്ലാഹു മനസ്സിലാക്കാനുള്ള തൗഫീഖും അമൽ ചെയ്യാനുള്ള തൗഫീഖും പ്രദാനം ചെയ്യുമാറാകട്ടെ. ഒന്നാമത്തേതാണ്. രണ്ടാമതായി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, ഇൻതിദാറുസ് സ്വലാത്ത്. ഒരു നമസ്കാരം കഴിഞ്ഞാൽ അടുത്ത നമസ്കാരം വരെ ആ മറ്റു നമസ്കാരത്തിലേക്കുള്ള കാത്തിരിപ്പ് വലിയ അമലുകളാണ് സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഒരു നമസ്കാരം കഴിഞ്ഞാൽ അടുത്ത നമസ്കാരത്തിന് വേണ്ടിയുള്ള ആ കാത്തിരിപ്പ് പോലും, ആ ഘടികാര സൂചിയുടെ ഓരോ ചലനം പോലും, ആ കാത്തിരിപ്പിന്റെ ഇടയിൽ കൊഴിഞ്ഞു പോകുന്ന ഓരോ സെക്കൻഡുകളിലും അവന്റെ അമലുകൾക്കനുസരിച്ച്, അവന്റെ കാത്തിരിപ്പുകൾക്കനുസരിച്ച് അല്ലാഹുവിൽ നിന്നുള്ള ഒരു മുനാജാത്ത് കഴിഞ്ഞ് അല്ലാഹുവിന്റെ അടുക്കലേക്കുള്ള അടുത്ത മുനാജാത്ത് വരുന്നതും കാത്തിരിക്കുന്ന ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം കൊഴിഞ്ഞു വീഴുന്ന ഓരോ സെക്കൻഡുകളും ഓരോ നിമിഷങ്ങളും കാത്തിരിപ്പിന്റെ ഓരോ ചലനങ്ങളും